കത്തനാർ സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റ്. കാത്തിരിപ്പിനൊടുവിൽ ജനനായകൻ വരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അധികം ആരാധകരുള്ള സൂപ്പർ ഹീറോയുടെ 4ാം വരവ്. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ നാളുകളായി പലതവണ റിലീസ് പ്രഖ്യാപിക്കുകയും പിന്നീട് റിലീസ് മാറ്റിവെച്ചു വരുന്നതുമായ ഒരു തമിഴ് സിനിമയാണ് ചിയാൻ വിക്രത്തെ നായകനാക്കി ഗൗതം വാസുദേവമേനോൻ സംവിധാനം ചെയ്ത ധ്രുവ നക്ഷത്രം. ഇപ്പോഴിതാ ചിത്രീകരണം ആരംഭിച്ച് 10 വർഷങ്ങൾ തികയാൻ പോകുന്ന ധ്രുവ നക്ഷത്രം വീണ്ടും റിലീസിന് തയ്യാറെടുക്കുന്നു. വരുന്ന മാർച്ച് മാസം 19-ാം തീയതി ചിത്രം റിലീസിനെത്തുമെന്ന് ഒരു പോസ്റ്റർ മുഖേന മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ പ്രേമം എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമ കൂടി സംവിധാനം ചെയ്യുന്നുണ്ടെന്നൊരു ന്യൂസ് നമ്മൾ പങ്കുവച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ ചിത്രത്തിന്റെ പ്രൊമോ ഷൂട്ട് മൂവി ടീം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെന്നും ഈ ഒരു പ്രൊമോ പുറത്തിറക്കി ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്താനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബിജു മേനോൻ, ജോർജ് ജോർജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 5,05,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 6 കോടി രൂപയുമാണ് വലതുവശത്തെ കള്ളൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേ ദിവസം വലതുവശത്തെ കള്ളനൊപ്പം ക്ലാഷ് റിലീസായിട്ടെത്തിയ പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 6,20,00,000 രൂപയോളം സ്വന്തമാക്കിയ പ്രകമ്പനത്തിന്റെ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 8 കോടി രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. മനോഹരമായ ജീവിതം എന്ന മിഥ്യയിൽ വിശ്വസിക്കുന്നവർ ഈ സിനിമ കാണരുതെന്നാണ് മോളിവുഡ് ടൈംസിന്റെ ടാഗ് ലൈനായി നൽകിയിട്ടുള്ളത്. ഇതിലൂടെ തന്നെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് പോലെ വ്യത്യസ്തമാർന്ന ഒരു പ്രമേയത്തിലാണ് ഈ ചിത്രം ഒരുങ്ങിയിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നസ്ലിനൊപ്പം ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ് എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ജേക്സ് ബിജോയ് സംഗീതം നൽകി ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന മോളിവുഡ് ടൈംസ് വരുന്ന മെയ് മാസം 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. മലയാളത്തിൽ നിന്നും വീണ്ടും ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമ വരുന്നു. ആക്ഷൻ ഹീറോ ബിജു 1983 എന്ന സിനിമകൾക്ക് ശേഷം എബ്രിൽ ഷൈൻ സംവിധാനം ചെയ്യുന്ന സ്പാ എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രം ഒരു സ്പാ സെന്ററിനുള്ളിൽ നടക്കുന്ന രസകരമായ കാര്യങ്ങളും അവിടെ എത്തുന്ന വ്യത്യസ്തമായ മനുഷ്യരെയും കാണിച്ചു തരുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥ് ഭരതൻ, ശ്രുതി മേനോൻ, വിനീത് തട്ടിൽ, മേജർ രവി, ശ്രീകാന്ത് മുരളി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സ്പാ എന്ന ഈ അഡൾട്ട് ചിത്രം വരുന്ന ഫെബ്രുവരി 12-ാം തീയതി റിലീസിനെത്തും. റീസെന്റായി മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറിയ ഒരു നിവിൻ പോളി സിനിമയാണ് ബേബി ഗേൾ. ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി 12-ാം തീയതി സോണി ലിവിലൂടെ ബേബി ഗേൾ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. പ്രകാശ് വർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ രഞ്ജിത്ത് ഒരു സിനിമ സംവിധാനം ചെയ്തു വരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഈ ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ബ്ലാക്ക് എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ട കാരിക്കാമൂർ ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ട് എത്തുന്നുണ്ടെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ചില വിവരങ്ങൾ പ്രകാരം ബ്ലാക്ക് 201 എന്ന് ഈ സിനിമയ്ക്ക് ടൈറ്റിൽ നൽകാൻ മൂവി ടീം പ്ലാൻ ചെയ്യുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വെറും റൂമർ മാത്രമാവാനാണ് സാധ്യത. ഓൾറെഡി ഈ ചിത്രത്തിലെ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ കൂടി ഈ മാസം അവസാനത്തോടെ 3 ദിവസത്തെ ഷൂട്ടിന് കൂടി മമ്മൂക്ക ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യും. ലാലേട്ടനെ നായകനാക്കി ബ്ലസ്സി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് ഏറെ നാളുകളെ കേൾക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ബ്ലസ്സി ചിത്രത്തിന്റെ തിരക്കഥാ വർക്കുകൾ നടത്തി വരികയാണെന്നും ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഈ വർഷം അവസാനത്തോടുകൂടി ആരംഭിക്കുകയും ചെയ്യും. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം AR റഹ്മാൻ മ്യൂസിക് ഒരുക്കുന്ന സിനിമ കൂടിയാണ് ഈ ലാലേട്ടൻ ബ്ലസ്സി പ്രോജക്ട്. സ്ക്രീനിൽ കാണുന്ന ഖുഷി എന്ന ഈ ചിത്രത്തിൽ വിജയ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്തെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിരുന്നു. കൃത്യമായ ഉത്തരം ശിവ. അല്ലമീൻ, സുമേഷ് സുനിൽ, സിറാജ് PY, ജെൻസി, ജംസിദ ജാസി തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യമായി കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. റീസെന്റായി തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഒരു ജീവ ചിത്രമാണ് തലൈവർ തമ്പി തലമയിൽ. മലയാളി കൂടിയായ നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത ഈ സിനിമ 10 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി ലോകമെമ്പാടും നിന്നും 40 കോടി രൂപയോളം കളക്ഷനെ സ്വന്തമാക്കിയിരുന്നു. എന്തായാലും തലൈവർ തമ്പി തലമയിൽ ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. വരുന്ന ഫെബ്രുവരി മാസം 12-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ആന്റണി വർഗീസിനെ നായകനാക്കി ജോൺ ബോൾ സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ അഡ്വഞ്ചർ പാൻ ഇന്ത്യൻ സിനിമയാണ് കാട്ടാളൻ. ഏതാണ്ട് 50 കോടി രൂപയോളം ബഡ്ജറ്റിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന് വേണ്ടി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളനിൽ ആന്റണി വർഗീസിനൊപ്പം കബീർ ദുഹാൻ സിംഗ്, ജഗദീഷ്, സുനിൽ, സിദ്ദിഖ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുക. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മലയാള സിനിമയിലെ ഒരു സൂപ്പർ താരവും ഈ ചിത്രത്തിൽ ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ അവസാനഘട്ട ചിത്രീകരണവും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും നടന്നു വരുന്ന കാട്ടാളൻ വരുന്ന മെയ് മാസം അവസാന റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. കാത്തിരിക്കാൻ കാട്ടാളന്റെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി.
നിവിൻ പോളിയുടെ കരിയറിലെ 50ാമത്തെ സിനിമയായി വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരേ സമയം കോമഡിക്കും ആക്ഷനും എല്ലാം പ്രാധാന്യം നൽകി ഒരു കൊമേഴ്സ്യൽ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് ജൂഡ് ആന്റണിയും നിവിൻ പോളിയും ചേർന്നാണ്. കരിക്ക് സീരീസുകളുടെ സംവിധായകനായ ബേസിൽ ഗർഷോം സംവിധാനം ചെയ്യാനിരിക്കുന്ന ചിത്രത്തിന് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ജോമോൻ ടി ജോണും. ഈ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ മാസം തന്നെ പുറത്തുവരും. ആസിഫ് അലിയെ നായകനാക്കി രോഹിത് വിഎസ് സംവിധാനം ചെയ്തു വരുന്ന ടിക്കി ടക്ക എന്ന ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ടിക്കി ടക്കയ്ക്ക് 24 ദിവസത്തെ ഷൂട്ട് കൂടിയാവും ഇനി ഉണ്ടാവുക. അതും വരുന്ന മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പൂർത്തിയാക്കി വരുന്ന മെയ് മാസം 21-ാം തീയതി ടിക്കി ടക്ക പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, അജഗജാന്തരം, ചാവേർ പോലുള്ള സിനിമകളിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന അടുത്ത സിനിമയുടെ വർക്കുകൾ അണിയറയിൽ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അരുൺ നാരായൺ പ്രൊഡക്ഷൻസും അജന്ത ടോക്കീസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നാളെ ഫെബ്രുവരി 8-ാം തീയതി പുറത്തു വരുന്നതായിരിക്കും. ഹൃത്തിക് റോഷന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന സിനിമയാണ് ക്രിഷ് സിനിമ ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ ചിത്രമായ ക്രിഷ് 4. നായകനേക്കാൾ ഉപരി ഹൃത്തിക് റോഷൻ ഒരു സംവിധായകനായി അരങ്ങേറുന്ന സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ഏകദേശം 500 കോടി രൂപയോളം ബഡ്ജറ്റിൽ YRFന് വേണ്ടി ആദിത്യ ചോപ്ര നിർമ്മിക്കുന്ന ക്രിഷ് 4ന്റെ ചിത്രീകരണം 2026-ന്റെ പകുതിയോടെ ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമായ കോയി മിൽഗയിലെ ഏവർക്കും പ്രിയപ്പെട്ട കഥാപാത്രം ജാദുവും ക്രിഷ് 4-ൽ തിരിച്ചെത്തുന്നുണ്ട്. ഒരു ടൈം ട്രാവൽ സൂപ്പർ ഹീറോ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ക്രിഷ് 4-ൽ ഹൃത്തിക് റോഷൻ, പ്രിയങ്ക ചോപ്ര തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുക. തമിഴിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ പരാശക്തി എന്ന ശിവകാർത്തികൻ ചിത്രം ഇപ്പോൾ C5-ലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വമ്പൻ ബഡ്ജറ്റിൽ വൻ പ്രതീക്ഷകളോടെ പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ പരാശക്തിയുടെ ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ തമിഴ്നാട് കളക്ഷൻ 57,50,00,000 രൂപ, കർണാടക കളക്ഷൻ 4,80,00,000 രൂപ, കേരള കളക്ഷൻ 1,50,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 90 ലക്ഷം രൂപ, ഓവർസീസ് കളക്ഷൻ 22,80,00,000 രൂപ, ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 87,50,00,000 രൂപ. 150 കോടി രൂപയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പരാശക്തി ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പരാശക്തി എന്ന സിനിമയ്ക്ക് ശേഷം ശിവകാർത്തികേയനെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് SK26. ഒരു ടൈം ട്രാവൽ കോമഡി പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ സിനിമ രാജ്കമൽ ഫിലിംസിന് വേണ്ടി ഉലക നായകൻ കമലഹാസനാവും നിർമ്മിക്കുന്നത് എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, മലയാളത്തിന്റെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപും ഈ സിനിമയിൽ ഭാഗമാകുന്നു എന്ന തരത്തിൽ ചില വാർത്തകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2022-ൽ മലയാളത്തിൽ നിന്നും പുറത്തു വന്ന ഒരു സിനിമയിലെ ഫ്രെയിമാണ്. ഇതിന്റെ കൃത്യമായ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ദളപതി വിജയിയെ നായകനാക്കി H. വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച കട്ടുകളെല്ലാം തന്നെ ചെയ്ത് വരുന്ന ഫെബ്രുവരി മാസം 19 അല്ലെങ്കിൽ 20-ാം തീയതി മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ജനനായകൻ റിലീസിനെത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ റിലീസ് തടയാൻ മറ്റു ചില നീക്കങ്ങൾ നടക്കുന്നതായും ചില തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ഭാഗത്തു നിന്നും റിലീസുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നയാഴ്ച പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയസൂര്യയെ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്ത് നിലവിൽ ഇപ്പോൾ റിലീസിന് എത്താനിരിക്കുന്ന ഒരു ഫാന്റസി അഡ്വഞ്ചർ ഹൊറർ സിനിമയാണല്ലോ കത്തനാർ. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന കത്തനാർ എന്ന ഈ ചിത്രമാവും ഗോകുലം മൂവീസിന്റെ അടുത്ത തിയേറ്റർ റിലീസ് എന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായ റിലീസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നിലവിൽ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന ആശകൾ 1000 എന്ന ഗോകുലം മൂവീസിന്റെ ഈ സിനിമയുടെ തിയേറ്റർ പ്രദർശനം കഴിഞ്ഞതിന് ശേഷം പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം.